ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഇസ് ഷഫ്ല റോഡേറ്റ് ഹിയർ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി കപ്പ ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ. കപ്പ ബിരിയാണി എന്നൊന്നും അല്ല കേട്ടോ നമ്മുടെ നാട്ടിൽ പറയുക, കൊള്ളിയും ബീഫ് എന്ന് പറയും, അതുപോലെ കൊള്ളിക്കിഴങ്ങ് എന്നാണ് കേട്ടോ കപ്പക്ക് പറയുക. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള എല്ല് പീസസ്, അതായത് ബീഫിൻ്റെ എല്ലാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് ബീഫിൻ്റെ പീസസും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല വൃത്തിയാക്കിയിട്ട് കഴുകി എടുത്തിട്ടുള്ള എല്ലാണ് കേട്ടോ. അത് എല്ല് പീസായിരിക്കും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുക. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെയാണ് ആ പീസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കൊരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് അതിൽ മസാല പുരട്ടാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് കുക്കറിലിട്ടിട്ട് ഉണ്ടാക്കാവുന്നതാണ്. ഞാൻ മസാല ഒന്ന് നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഇട്ടിട്ടുള്ളത്. ഇത് ജസ്റ്റ് കുക്കറിൽ നമ്മൾ വേവിച്ചെടുക്കുന്നതാണ്. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ കാണിച്ചെന്നുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് നല്ല തിന്നായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഒരു 4 സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സവാള ആഡ് ചെയ്തതിന് ശേഷം ഞാനിവിടെ എടുത്തത് ടൊമാറ്റോ ആണ് കേട്ടോ. അപ്പോൾ ഒരു വലിയ തക്കാളി ആണെന്നുണ്ടെങ്കിൽ ഒരു 2 മതിയാവും, ചെറുതാണെങ്കിൽ ഒരു 3 നന്നായി ചെറുതാക്കി കട്ട് ചെയ്തതും ആഡ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം ഞാനിവിടെ ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റാണ്, ഞാനത് 3 കൂടെ ഒപ്പമാണ് കേട്ടോ പേസ്റ്റ് ആക്കിയിട്ടുള്ളത്. അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ ബീഫ് കറി വെക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. അതിന് ശേഷം കറി ലീവ്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കറി ലീവ്സ് ഞാൻ ഡയറക്റ്റ് അങ്ങനെ തന്നെ ഇട്ടേക്കാണ്, അതിൻ്റെ തണ്ടോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് പൗഡേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം മുളക് പൊടിയാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം മുളക് പൊടി ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടിയാണ് വേണ്ടത്. ദെൻ മല്ലിപ്പൊടി അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ബീഫിലോട്ട് നമ്മൾ മസാല ഒക്കെ നന്നായി പിടിക്കുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അത് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുക്കറിൽ നിന്ന് മാറ്റിയിട്ട് ഇതുപോലെ ഒരു പാനിൽ ഞാൻ ചെയ്യണത് കേട്ടോ. അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കുക്കറിലോട്ട് മാറ്റി വേവിച്ചെടുക്കാവുന്നുള്ളൂ. അപ്പോൾ നന്നായിട്ട് നമ്മൾ മസാല പിടിക്കുന്നവരെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് കുക്കറിലോട്ട് മാറ്റിയെടുക്കാം. എന്നിട്ടിത് ഒരു 5-6 വിസിലടിക്കുന്നവരെ, കാരണം അത് എല്ലാണല്ലോ. അപ്പോൾ എല്ല് നന്നായിട്ട് വേവുമ്പോൾ നമുക്ക് അത്രയും ടേസ്റ്റ് കൂടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എല്ല് നന്നായി വേവാൻ വേണ്ടിയിട്ട് കുക്കറിലിട്ടിട്ട് ഇത്ര വിസിലടിക്കുന്നത്. അപ്പോൾ ഒരു 5-6 വിസിലിന് ശേഷം നമുക്കിത് മാറ്റിയെടുക്കാം. അപ്പോൾ ഞാനിത് കുക്കറിൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഗരം മസാല അതുപോലെ തന്നെ കുരുമുളക് പൊടിയൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാനിവിടെ ഇത്ര ഇട്ടിട്ട് ജസ്റ്റ് വേവിച്ചെടുത്തിട്ടുള്ളൂ. ആഫ്റ്റർ ദാറ്റ് ഞാനതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് കുക്കറിൽ ഇട്ടതിന് ശേഷം 5-6 വിസിലടിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ മാറ്റിയെടുത്തിട്ടുള്ള ബീഫാണ് ഇനി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അത് നന്നായി വെന്തതിന് ശേഷമുള്ള ബീഫാണ് ഇപ്പോൾ കാണുന്നത്. എന്നിട്ട് നമ്മളത് വീണ്ടും നമ്മൾ പാനിലേക്ക് തന്നെ ഇട്ടിട്ടുണ്ട്. ആ നേരം കൊണ്ട് ഞാനിവിടെ നമ്മൾക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കപ്പ ഓർ കൊള്ളിക്കിഴങ്ങ്, ഇവിടെ കൊള്ളിക്കിഴങ്ങ് എന്നാണ് പറയുക, അത് കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട്. നന്നായി വെന്തതിന് ശേഷം നമുക്കിതിലോട്ട് ആഡ് ചെയ്തിട്ട് ഉടച്ചെടുക്കണം കേട്ടോ. അത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. കാരണം ബീഫിൻ്റെ എല്ലാ മസാലകളും നമ്മൾ കപ്പയിലോട്ട് പിടിക്കണ വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം, ഉടച്ചെടുക്കണം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു മരത്തിൻ്റെ ഇതുകൊണ്ടൊക്കെ മിക്സ് ചെയ്തെടുക്കുക. ഞാനിവിടെ വീട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സാധാ കയ്യിൽ കൊണ്ട് തന്നെയാണ് കേട്ടോ മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളെ എല്ലും അതുപോലെ തന്നെ അതിലത്തെ ബീഫും എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിന് ശേഷം ഞാനിവിടെ കുറച്ച് തേങ്ങയും അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ജീരകവും കൂടെ മിക്സിയിലിട്ടിട്ട് ക്രഷ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് തിളച്ചെടുക്കുന്ന വരെ അതിലത്തെ എല്ലാ വെള്ളവും എല്ലാ കാര്യങ്ങളും ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് ഒന്ന് അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അതിനുശേഷം ഞാനുള്ള ഭാഗമാണ് കാണിക്കുന്നത്. ഞാൻ അടുപ്പിൽ വെക്കുന്നത് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ഇതിന് ശേഷം ഞാനൊന്ന് അടുപ്പിൽ വെച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ മസാലകളും നന്നായി പിടിക്കുന്ന വരെ നമ്മൾ കപ്പ ഉടച്ചുകൊണ്ട് ഇരിക്കണം. അത് എത്രത്തോളം നമ്മൾ ഉടക്കുന്നു അത്ര ടേസ്റ്റ് കൂടിയുള്ളൂ. അപ്പോൾ വലിയ പീസസൊക്കെ ഉടഞ്ഞിട്ട് നല്ല രീതിക്ക് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കപ്പ ബിരിയാണി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കപ്പ ബിരിയാണി ആയിട്ട് ഉണ്ടാക്കില്ല. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിത് സെർവ് ചെയ്യുന്നത് കാണിക്കാം. അപ്പോൾ ഞാൻ ടേബിൾ മേൽ വാഴയുടെ ഇലയൊക്കെ പറിച്ചുകൊണ്ടുവന്ന് നമ്മൾ നൈറ്റാണ് കേട്ടോ ഇത് കഴിക്കുന്നത്. ഞാൻ ഉച്ചയ്ക്ക് തന്നെ ഈ വാഴയുടെ ഇലയൊക്കെ പൊട്ടിച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു.
അതിലാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ ഇവിടെ അമ്മ കൊത്തു പൊറോട്ട പോലെ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമ്മൾ സൈഡായിട്ട് അവിടെ വെച്ചതാണ്. അപ്പോൾ ഈ കപ്പ ബിരിയാണി നമ്മൾ വാഴയിലയിൽ വെച്ചിട്ടാണ് കഴിക്കുന്നത്. ഇത് കഴിക്കാനായിട്ട് എൻ്റെ ബ്രദർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്രദറിന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ് ഞാൻ. അപ്പോൾ ആൾ ഒരു 15 ദിവസത്തെ ലീവിന് വേണ്ടിയിട്ട് നാട്ടിൽ വന്നതായിരുന്നു. അപ്പോൾ ആൾക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ചോദിച്ചിട്ട് എങ്ങനെയുണ്ട് എൻ്റെ കപ്പ ബിരിയാണി എന്ന് ചോദിച്ചപ്പോൾ അടിപൊളിയായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ബ്രദറും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡും ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ കഴിച്ച് നമ്മൾ കപ്പ ബിരിയാണിയൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആക്കി കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഫ്രം ഷഫ്ല റോഡ്.